യുദ്ധക്കളത്തിൽ ഇനി വെവ്വേറെയല്ല, ഒന്നിച്ചുള്ള പ്രഹരം. ഇന്ത്യൻ കരസേനയുടെ കരുത്തായ ടാങ്കുപടയും മെക്കനൈസ്ഡ് ഇൻഫൻട്രിയും ഇനി ഒരൊറ്റ കമാൻഡിന് കീഴിലേക്ക് വരുന്നു. ആധുനിക യുദ്ധങ്ങൾ നേരിടാൻ സൈന്യം നടത്തുന്ന ഈ വമ്പൻ അഴിച്ചുപണിക്കു പിന്നിലെ രഹസ്യമെന്താണ്? നോക്കാം. നിലവിൽ ഇന്ത്യൻ സൈന്യത്തിലെ ടാങ്കുകൾ ഉൾപ്പെടുന്ന അർമർ കോറും യുദ്ധവാഹനങ്ങളിൽ നീങ്ങുന്ന കാലാൾപ്പടയായ മെക്കനൈസ്ഡ് ഇൻഫൻട്രിയും വെവ്വേറെ ഡയറക്ടറേറ്റുകൾക്ക് കീഴിലാണ്. എന്നാൽ ഇവ രണ്ടിനെയും ഒരുമിച്ച് ചേർത്ത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മെക്കനൈസ്ഡ് ഫോഴ്സസ് എന്ന പുതിയ ഏകീകൃത സംവിധാനം രൂപീകരിക്കാൻ പോവുകയാണ്. ലഫ്റ്റനന്റ് ജനറൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ഇതിന്റെ തലവൻ. ആധുനിക യുദ്ധങ്ങൾ ഇപ്പോൾ മാറിമറിഞ്ഞിരിക്കുകയാണ്. വെറും ടാങ്കുകൾ കൊണ്ട് ഇനി യുദ്ധം ജയിക്കാനാവില്ല. ടാങ്കുകൾക്കൊപ്പം യുദ്ധവാഹനങ്ങൾ, ഡ്രോണുകൾ, അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ എന്നിവ ഒരൊറ്റ യൂണിറ്റായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ ഏകോപനം കൂടുതൽ വേഗത്തിലാക്കാനാണ് സൈന്യം ഈ തീരുമാനമെടുത്തത്. ഇന്ത്യയുടെ പക്കലിപ്പോൾ 60-ലധികം ടാങ്ക് റെജിമെന്റുകളിലായി T-90 ഭീഷ്മ, T-72 അജയ, അർജുൻ ടാങ്കുകളുണ്ട്. ഇവർക്കൊപ്പം പ്രവർത്തിക്കാൻ BMP-2 ശരത് യുദ്ധവാഹനങ്ങളുള്ള 50-ലധികം മെക്കനൈസ്ഡ് ഇൻഫൻട്രി ബറ്റാലിയനുകളുമുണ്ട്. ഇവ രണ്ടും കൈകോർക്കുമ്പോൾ ശത്രുവിന്റെ ഏതൊരു പ്രതിരോധ കോട്ടയും തകർക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് മിന്നൽ വേഗത്തിൽ സാധിക്കും. ഈ മാറ്റത്തിലൂടെ ഇവരുടെ തനതായ വ്യക്തിത്വം നഷ്ടപ്പെടില്ല, പക്ഷേ ആസൂത്രണവും ആധുനികവൽക്കരണവും ഇനി ഒരുമിച്ച് നടക്കും. ഭാവിയിലെ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകൾക്ക് കരുത്തുപകരാൻ ഈ പുതിയ ഘടന സൈന്യത്തെ സഹായിക്കും. ശത്രുവിനെ അമ്പരപ്പിക്കുന്ന രീതിയിൽ അതിവേഗം ആക്രമണങ്ങൾ നടത്താൻ ഇന്ത്യയെ സജ്ജമാക്കും. മാറുന്ന ലോക സാഹചര്യത്തിൽ ഇന്ത്യൻ സൈന്യം സ്വീകരിക്കുന്ന ഈ നവീകരണം അതീവ നിർണായകമാണ്. ടാങ്കുകളും ഇൻഫൻട്രിയും ഒരുമിച്ചു നീങ്ങുന്നത് അതിർത്തിയിൽ നമ്മുടെ കരുത്തു വർദ്ധിപ്പിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ പ്രതിരോധ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.